ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വച്ചല്ലോ ദൈവം ഫയലിൽ, ഇവിടെ കണ്ടില്ല ഇവിടെ മനുഷ്യനും ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴേ അവന്റെ ഒരു സംഗീതം. അയ്യോ, അവിടെ ഒരുത്തൻ കുഴിബോംബ് മാന്തിരുത്ത് പൊട്ടിച്ചു കളിക്കുന്നു. എന്തിനാ ഈ പഴയ ഫയലുകളൊക്കെ ഇപ്പൊ പരിശോധിക്കണേ? നീ എന്തൊരു തേങ്ങ പറഞ്ഞേ? അവിടെ ഒരാൾക്ക് കിടന്നിട്ട് ഉറക്കം വരണില്ല. കയ്യും കാലും ആമ്പിളേര് കയ്യ് പിടിച്ചതും പോരാ, ഇനിയിപ്പോ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കാൻ പോവാ. പൊക്കട്ടെ പൊക്കട്ടെ പൊക്കട്ടെ. ഇതുവരെ ഇത് ഫുൾ റെസ്റ്റ് ഓഫീസ് അല്ലായിരുന്നേ, ഇനിയെങ്കിലും ഒരു ഫോറസ്റ്റ് ഓഫീസ് ആവട്ടെ. ആയിക്കോട്ടെ. എന്തുട്ടാ, എനിക്ക് ഭാര്യ 4-5 പിള്ളേരുള്ളതാ. എന്നാ പിന്നെ ചേട്ടൻ അവരെ നോക്കി വീട്ടിലിരുന്നാ പോരായിരുന്നോ? എന്തിനു ജോലിക്ക് വന്നേ? ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞ ഫയലുകളെല്ലാം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ തല്ലും കൊണ്ട് കിടന്നാ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല. ജയദേവൻ സാറിന്റെ കാര്യം തന്നെ നോക്കി, ആ പെങ്ങളുടെയും കുട്ടിയുടെയും കാര്യം ആലോചിച്ച അവരുടെ ഫയലും ഇതിലില്ലേ? അതുകൊണ്ട് ഗവൺമെന്റിന് അനുവദിച്ചതും അസോസിയേഷന്റെ വകയും ചേർത്ത് കുറച്ചു തുക ഉണ്ടാവും. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. നാളെ ഇത് നമുക്കും വന്നുകൂടായില്ല. അതെ, അതുകൊണ്ടാ ഒരു ചേട്ടന്റെ സ്ഥാനത്തൊന്ന് പറയുക, ആവശ്യമില്ലാത്ത പുലിവാലൊന്നും കയറി പിടിക്കണ്ട. വേരുമേലിരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളാണല്ലോ കുഴപ്പത്തിലാകുന്നത്. മുകളിൽ ഇരിക്കുന്നവരുടെ ഉത്തരവ് കേൾക്കണം, താഴെ ഇരിക്കുന്നവരുടെ മുഖം നോക്കണം. പ്രതികളും ഉറപ്പുള്ളവരെ നേരിട്ട് ഏൽപ്പിച്ചിട്ടും നിങ്ങൾക്ക് തെളിവെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? നിങ്ങൾ തന്ന പ്രതികളെ സംശയിക്കാൻ തക്ക തെളിവുകളില്ല, സാക്ഷികളുമില്ല. പിന്നെ അവരൊക്കെ എന്തെങ്കിലും ചെയ്താ കരിക്കുന്ന എന്റെ തൊപ്പിയാ. ഡേവിഡ് ആരാ? അച്ചായന്റെ അനിയൻ. ചന്തുവിനെ തൊട്ടാലോ? ആദിവാസി പീഡനം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വകുപ്പ് മാറും. കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് വരും സസ്പെൻഷൻ. അതുകൊണ്ട് തെളിവില്ലാത്ത കേസുകളെല്ലാം ക്ലോസ് ചെയ്യുന്നതാണ് ഇനി രക്ഷ. റേഞ്ചറുടെ ബൈക്ക് ആക്സിഡന്റും അതിൽ പെടും. എന്നാ പിന്നെ ഞാൻ എടതാനെ പോട്ടെ പോട്ടെ, വലതാനെ പോട്ടെ പോട്ടെ, എടതാനെ വലതാനെ കിടന്ന് കരയാനെ. പിന്നെ വെറുതെ അല്ല പാപ്പമാരെ ആനങ്ങനെ ചവിട്ടി കൊല്ലണത്, ദ്രോഹിക്കോ. എന്താ സി ബി ഐ സാറേ, ആന വലത്തോട്ട് പോവാത്ത? പിന്നെ എടുത്തോട്ട് ചെയ്യലിട്ട് ആന എങ്ങനെ വലത്തോട്ട് പോവാ? ഏത് ആനയ്ക്കുണ്ട വൽപ്പരസ്റ്റ്? എന്തു കുറുമ്പവന് ഈർക്കിലിരുന്ന് തൊടയുമ്പോ 4 കൊടുക്കാൻ തോന്നും, പിന്നെ ആലോചിക്കുമ്പോ തോന്നും പാവണെന്ന്. പാവം കണ്ടില്ലേ? പാവം തോന്നിയാലും കുഴപ്പാ. പോട്ടെ വീരമണി, നമ്മുടെ ഉണ്ണിക്കുട്ടനല്ലേ. വീരമണിക്കുന്ന ജോലിക്കൊന്നും പോണ്ടേ? അവിടെ എന്താ ജോലി? തെയ്യാരാ, എല്ലാരും ഇന്ന് ഉറങ്ങാ. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. കോട്ടേശി പോവാന്ന് വെച്ചാ ആ കാലമാടൻ ആനപ്പന്റെ അടുത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കാ. അച്ഛനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾക്ക് ആനപ്പണ്ടത്തിൽ കൈവശം കൊടുത്തിരിക്കാ. വട്ടാ. അത് ശരി. പൊടു അസത്ത് സാധനം. ഇയാള് കശ്മല്ല മോനെ. വരുന്നുണ്ട്. നമസ്കാരം. എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങൾ? മനസ്സിലായില്ലല്ലോ. ഞാനൊരു പാവം പെൻഷൻ പറ്റിയ പട്ടാള ഉദ്യോഗസ്ഥനാ. എന്റെ മോൻ ഇവിടെ ജോലി, ഗാർഡാ. അച്ഛൻ പട്ടാളം, മോൻ ഫോറസ്റ്റ്. നല്ല കാര്യം. ഒരു സർക്കാർ കുടുംബമല്ലേ? ഞങ്ങളിവിടെ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാ. അറിഞ്ഞു. മോനെ ഇവിടെ ആദ്യമായിട്ട് ജോലിക്ക് കൊണ്ടുവന്ന ദിവസം അച്ചായന്റെ കാല് തൊട്ട് കാലുണ്ടോ? ഉണ്ട്. വന്നിക്കണമെന്നായിരുന്നു. മഴ ആയതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. അതിനെന്താ, വേരുള്ളപ്പോ വന്നോളൂ. എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. തന്റെ അനുഗ്രഹം? ഞാൻ ആരാണെന്ന് മനസ്സിലായോ തനിക്ക്? താമസേത മനസ്സിലാക്കും. ഈ നാട്ടിലെ ഓരോ അക്രമ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും തന്റെ വെളുത്ത കൈകളുണ്ടെന്ന് എനിക്കറിയാം. നാട്ടുകാരെ പറ്റിച്ചു കിട്ടുന്ന കാശുകൊണ്ട് ആപ്പിളും ഓറഞ്ചും മേടിച്ചു തന്ന ആരുടെ കവിളും തുടുക്കും. ഏതോ സൗന്ദര്യം ഉണ്ടായതുണ്ടെന്ന് ഒരു കാര്യമില്ല, മനസ്സ് തന്നാ മതി. ആ ഫോറസ്റ്ററെ കൊല്ലിച്ചിട്ട് താൻ എന്ത് നേടി? താൻ രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട. കേസ് വരട്ടെ. തനിക്കെതിരെ സാക്ഷി പറയാൻ കോടതിയിൽ ആരും വരില്ല എന്ന് വിചാരിച്ചോ? എങ്കിൽ തെറ്റിപ്പോയി മോനെ. സത്യത്തിന് വേണ്ടി നിനക്കെതിരെ ഞാൻ സാക്ഷി പറയും.
തന്നെ ജയിലിൽ കൊണ്ടുപോകുന്ന ദിവസം എന്റെ പെൻഷൻ കാശ് മുഴുവനും ഞാൻ പടക്കം മേടിച്ച് പൊട്ടിക്കും. ഡൊമിനിക്കേ, പൊട്ടിക്കേ. വേണ്ടേ, ഞാൻ നടന്നു പൊക്കോളാം. സഹോദരൻ എന്നെ വിടൂ പ്ലീസ്. അയ്യോ അയ്യോ അയ്യോ. ഡൊമിനിക്കേ, മതി. ആലോകർക്കായി സർവ സൗഖ്യമംഗളം നേരാൻ ജീവിച്ചിരിക്കുന്നു എന്റെ അച്ചായനെവിടെ? അച്ചായ, ചായ, 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 പട്ടാളം ചായ, പട്ടാളം ചായ. പട്ടാളം ഈ കാടിന്റെ നടുക്കുന്നുണ്ട് ചായ ചായ എന്ന് പറഞ്ഞ ആരും കൊണ്ടുവരാനാ? ഈരേഴ് 14 ലോകത്തിലെ പ്രജകൾക്കും കാണപ്പെട്ട ദൈവം ഇവിടെ തന്നെ ഉണ്ട്. അവിടെ പോയി നമസ്കരിക്കുക. ആ ചായ, ആ, ആ, ഞാനെന്തോ വശപശകായിട്ട് അരി കിട്ടിയെന്നാ തോന്നുന്നേ. അതാണ് ചായ. ആ, കൂടുതൽ അങ്ങോട്ട് ചായ. പോയാലേ ആനയുടെ കാലിന്റെ കീഴിലോട്ട് പോയി കയറും. ഇങ്ങോട്ട് പോ, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ കൊണ്ടാക്കാം. ശരി. പിടി, 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 കൊണ്ടുപോ. ചായ, ചായ. കാപ്പി. ഒക്കെ വിളിക്കാം. അച്ചായനെ വിളിക്ക്. അതൊക്കെ പിന്നെ വിളിക്കാം. ഇപ്പൊ സമാധാനമായിട്ട് പോയി കിടന്നാട്ടെ. എനിക്ക് അച്ചായനെ കാണണം. എനിക്ക് അച്ചായന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കണം. എനിക്ക് നമസ്കരിക്കണം. അച്ചായ, എനിക്ക് നമസ്കരിക്കണം. അച്ഛാ എനിക്ക് അച്ചായന്റെ കവള തുമ്മ വയ്ക്കണം. നല്ലൊരു മനുഷ്യൻ. വിധി. ഇനി ഇവിടുന്ന് അങ്ങോട്ടാർക്കും പ്രവേശനമില്ല. അതെന്താണാവോ? അറിയണമെന്നില്ല. ഓ, എങ്ങനെ? കാടിളക്കി കാടന്മാരെ എനിക്കെതിരെ തിരിക്കാൻ ഒരു യുവസുന്ദരി ഇവിടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് അറിഞ്ഞു. എവിടെ? അത് രേണുകാവർമ്മയാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? തേടി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കണ്ടെത്താൻ വൈകിയതിൽ ക്ഷമിക്കണം. തേടി ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. നിനക്ക് വേണ്ടി ക്ഷമിച്ചു തുടങ്ങിയിട്ട് കൊല്ലം കുറയായില്ലേ? ഇനിയും ക്ഷമിക്കാൻ സന്തോഷമേ ഉള്ളൂ. വീഞ്ഞ് പഴകും തോറും വീര്യം കൂടും. ഫോറസ്റ്റോടെ സഹോദരിയല്ലേ? ആ, താമസമൊക്കെ സുഖമല്ലേ? കുഴപ്പമില്ലാതെ പോകുന്നു. ഇരിക്കാലോ. ഉം. എനിക്കെതിരെ അംഗം കുറയ്ക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കാനല്ലേ? Certainly not. നാട് ഭരിക്കുന്ന മന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ആയുധബലവും ഗുണ്ട ബ്രാഞ്ചുകളുമുള്ള അച്ചായൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന നാട്ടുകാരുടെ കണ്ണിലുണ്ണി ജോൺ സാമുവൽ.
ജനങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയുടെ അംഗം കുറിക്കാൻ ഞാൻ ആര്? ഇനിയുള്ള കാലം പാവപ്പെട്ട ആദിവാസികൾക്കിടയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ജീവിക്കാൻ വന്ന ഒരു സാമൂഹ്യ പ്രവർത്തക. നല്ല കാര്യം. കാശിക്ക് പോയി നാമം ജപിച്ചിരിക്കാൻ തോന്നാതിരുന്നത് എന്റെ ഭാഗ്യം. സത്യം പറയാലോ, കൈവിട്ടു പോയ പൈങ്കിളി സ്വന്തം മണ്ണിൽ വന്നിറങ്ങിയതിന്റെ സന്തോഷത്തിലാ ഞാൻ. ആ പൈങ്കിളി സ്വന്തം മന്ദകയാണെന്ന് തിരിച്ചറിയുന്നതുവരെ സന്തോഷിക്കാം. എന്റെ വഴി തടയുന്നവരെ വേരോടെ പിഴുതെറിയാറുണ്ട്, അന്നും ഇന്നും എന്നും. എന്നെ പടിയിറക്കി വിട്ട നിന്റെ അച്ഛൻ ഭാസ്കരവർമ്മയെ തുണ്ടം തുണ്ടമാക്കി വെട്ടിയെറിയുമ്പോഴും എന്റെ മനസ്സിൽ നീയായിരുന്നു. ആ ചോരയിൽ പൊതിഞ്ഞ ശരീരത്തോടൊപ്പം മെരിഞ്ഞടങ്ങിയത് എന്റെ ജീവിതമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്നെ തടയുന്നത് എന്തും ഞാൻ തകർക്കും. ശൂന്യതയിൽ നിന്നും ഞാനുണ്ടാക്കിയ എന്റെ സാമ്രാജ്യമാണിത്. എന്റെ മനസ്സിനൊത്ത് ചലിക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ. നിന്നെ ഞാൻ ഇവിടുത്തെ റാണിയാക്കും. ഞാൻ വന്നതും അതിന് തന്നെയാണ്, റാണിയാകാൻ. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ശിരസ് ഛേദിച്ച് കുന്തിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങൾ ചങ്ങലക്കിട്ട് അടിമകളാക്കി വെച്ചിരിക്കുന്നവരുടെ കയ്യിൽ ഉടവാളും ചെങ്കോലും കിരീടവും ഏൽപ്പിക്കുന്നത് വരെ രേണുകാവർമ്മ റാണിയാകും. എന്നാ കേട്ടോളൂ, റാണിയോട് ഒരു കാര്യം കൂടി പറയാം. സഞ്ചരിച്ചെന്ന കാർ കൊക്കയിലേക്ക് മറിഞ്ഞു മരിച്ചുവെന്ന് നീ വിശ്വസിച്ച നിന്റെ കാമുകൻ മുരളി, നിന്നെ സ്നേഹിച്ച ഒരേ ഒരു കുറ്റത്തിന് എന്റെ ശത്രുവായവൻ ആങ്ങാമുഴയിലെ ആനക്കയത്തിലേക്ക് ജീവനോടെ എറിയുമ്പോഴും എന്റെ മനസ്സിൽ നീയായിരുന്നു. ആ പാപങ്ങളൊക്കെ കുമ്പസരിച്ച് തീർത്തവനാണ് ജോൺ സാമുവൽ. വീണ്ടും ഒരിക്കൽ കൂടി കുമ്പസരിക്കാനും മടിയില്ല. അങ്ങനെയല്ല. അടങ്ങിയിരിക്കുണ്ണി. ഞാൻ ചെയ്യുക. വേണ്ട. ഇങ്ങ് താ മായ. നിക്ക് ഉണ്ണി. അയ്യേ മായ അങ്കിളെ മേത്തിടിച്ചേ. അങ്കിളെ മായക്ക് നാണം വരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലാൻസായി. ആന ഗവേഷണം നിർത്തി പട്ടാളം കഥകളി പഠിക്കാൻ തുടങ്ങിയോ? കൊമ്പനാൻ ഇറങ്ങിന്ന് കേട്ടിട്ട് വരണ്ട് നടക്കായിരിക്കും. എവിടെ ഉണ്ടാവും? അത് ശരി. ആന ഗവേഷണം നടത്തുന്ന ആൾ ഞങ്ങളോടാണ് ചോദിക്കുന്നത്. മുത്തുക്കുടയും നെറ്റിപ്പട്ടവും വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലം അറിയാമോ? എന്താ, ആരെങ്കിലും സ്വീകരിക്കാനുണ്ടോ? വീരമണിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവൂല്ലേ? കർപ്പൂരവും ചന്ദനത്തിരിയും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. നിറപറയും നിലവിളക്കുണ്ട്. എന്താ പോരെ? സഹോദരാ, നീയാണ് അച്ചായന്റെ യഥാർത്ഥ ഭക്തൻ. കാണുന്ന പോലെ അല്ല, ലേശം കൂടുതലാണ്. അച്ചായനെ നമിക്കണം. പാവങ്ങളുടെ കൺകണ്ട ദൈവമാണ്. ഇന്ന് നമുക്ക് ഭജന നടത്തണം. അച്ചായ ശരണം ശരണം അച്ചായ, അച്ചായ ശിഷ്യായ രംഗായ ശരണം ശരണം അച്ചായ, അച്ചായ ശരണം ശിഷ്യായ ശരണം ശരണം. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഗവേഷണത്തിന് കാട്ടിൽ പോയിട്ട് വന്നപ്പോ കിട്ടിയതാ. എന്നാൽ ഏതെങ്കിലും ഒറ്റ തലയ്ക്ക് തട്ടി കാണും. അച്ചായനെ സ്വീകരിക്കാൻ നിങ്ങളും കൂടെ വരണം. അതൊക്കെ പിന്നെ സ്വീകരിക്കും. ഇങ്ങോട്ട് വാ. ചായ ചായ ചായ. കഷ്ടം തന്നെ. പരമ കഷ്ടം. ആ, എന്താ റേഞ്ചർ സാർ, ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട് ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ, അല്ലേ? ചിലപ്പോ ജോലി രാജിവെക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് അറിയില്ലല്ലോ അച്ചായ. രാജിവെക്കാം. സാറുമാര് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷേ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത്ര പെട്ടെന്ന് വളയുന്ന നട്ടിലുള്ള കൂട്ടത്തിലെല്ലാം തോന്നുന്നു അല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, ഈ നാട്ടിലെ നിയമം അനുസരിച്ച് വളഞ്ഞല്ലേ പറ്റൂ. നമ്മളൊക്കെ ചെറുപ്പക്കാരാ. ചെളി കണ്ട ചവിട്ടും, വെള്ളം കണ്ട കഴുകും എന്ന് കരുതി എവിടെ നിന്നോ വന്ന ഒരുത്തിയുടെ വാക്കേട്ട് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ കുറച്ചു ദിവസം കിടക്കേണ്ടി വന്നെങ്കിലും നടക്കാൻ കാല് കിട്ടിയല്ലോ. രംഗയുടെ സ്വഭാവം വെച്ച് ഇങ്ങനെ ഒരു ദയ ആദ്യമായിട്ടാ. എപ്പോഴും അത് പ്രതീക്ഷിക്കരുത്. ഒരുപാട് പ്രതീക്ഷകളുമായി ഈ നാട്ടിൽ വന്നിറങ്ങിയവനല്ല ഞാൻ. എന്റെ ജീവനേക്കാളേറെ കാടിനെ ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ജോലി ഏറ്റെടുത്തത്. എങ്കിലും ഒരു കാര്യം ചെയ്യേ, മൂപ്പിന്റെ മോളും കെട്ടി ഇവിടെ അങ്ങ് കൂടിക്കോ. കാടനെയും കാടന്മാരൊക്കെ സ്നേഹിക്കാം. എന്താ? ആ, വരണം വരണം. കാഞ്ഞപ്പോ തേടി ഇറങ്ങിയായിരിക്കും അല്ലേ? കാടല്ലേ, പോരാത്തിന് ഒരുപാട് കാട്ടുമൃഗങ്ങളും. ആ ചിന്ത എപ്പോഴും ഉണ്ടായാൽ നല്ലത്. അതെ, ഭീഷണിയുടെ സ്വരമാണെങ്കിൽ വേണ്ട. ഇവിടെ ഭീഷണിയില്ല, ആജ്ഞയുണ്ട്. നിങ്ങളുടെ നിയമവും ആജ്ഞയും അനുസരിക്കാനല്ല സർക്കാർ ശമ്പളം കൊടുത്ത് റേഞ്ചറെ നിയമിച്ചിട്ടുള്ളത്. അത് റേഞ്ചറിനോട് തന്നെ ചോദിക്കണം.
ഏതനുസരിക്കണമെന്ന് റേഞ്ചർ തന്നെയാണല്ലോ തീരുമാനിക്കേണ്ടത്. നന്ദി. സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമെങ്കിലും നിങ്ങൾ എനിക്ക് തന്നല്ലോ. ഇനിയും ആജ്ഞാപിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഈ രാജ്യത്തിന്റെ സമ്പത്തായ വനങ്ങൾ സംരക്ഷിക്കാനാണ് ഞാൻ ഈ കാക്കിയിട്ടിരിക്കുന്നത്. എനിക്ക് മുകളിലിരിക്കുന്ന സാറുമാർ നിങ്ങളുടെ കൂലിക്കാരാണെന്നറിയാം. ജീവൻ പോയാലും എന്നെ അതിന് പ്രതീക്ഷിക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ, എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വാലാട്ടുന്നവരല്ലെന്ന്. ഖദറിൽ മാത്രം രാജ്യസ്നേഹം കാണിക്കുന്ന തന്നെ പോലുള്ളവരെ എതിർക്കാൻ ഇനി ഞങ്ങൾ ഒന്നിച്ച മറക്കണ്ട. മായക്കുട്ടി പേടിക്കണ്ട. ഒരിക്കൽ വന്നപ്പോ വെറും കൈയോട് എന്നെ പറഞ്ഞയച്ചു. ഇനി അത് ആവർത്തിക്കാതിരിക്കണ ഞാൻ കൂടി വന്നത്. മായക്ക് ഇവിടെ സഹായത്തിന് ആളുണ്ടെന്നറിയാം. എങ്കിലും എന്തും ഞങ്ങളോടും ചോദിക്കാം. ആൻമി സാറേ, ഇവിടെ ഒപ്പിട്ടെ. ഇല്ല, തമാശ പറയാതെ മായക്കുട്ടി. തമാശയല്ല, ഞാൻ ഒപ്പിടില്ല. നല്ല കുട്ടിയല്ലേ? സ്നേഹത്തിന്റെ ഭാഷ പറഞ്ഞ അനുസരിക്കില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? പെണ്ണെന്നും പെണ്ണ് തന്നെയാണ്. വരട്ടെ. പെണ്ണിനെ തെറി പറഞ്ഞ് സൂപ്പർ സ്റ്റാർ ആകുന്നത് അങ്ങ് വെള്ളിത്തിരയില്. ഇവിടെ രേണുകാവർമ്മ ഉള്ളിടത്തോളം അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചു. നിയമം നടപ്പാക്കേണ്ട നിയമപാലകനും കാടും നാടും ഭരിക്കുന്ന യുവരാജാവും ചേർന്ന് നടത്തുന്ന പ്രവൃത്തി കൊള്ളാം. ഞാൻ പറയുന്നത് കേൾക്ക്. ആന്റണി സാറേ, ഇവര് നമുക്ക് വേണ്ടപ്പെട്ടവരാ. ബലം പ്രയോഗിച്ച് വാങ്ങിയ മായയുടെ കയ്യൊപ്പിട്ട പേപ്പറാണിത്. ഈ രാജ്യത്ത് നിയമവും അത് നടപ്പാക്കുന്ന ഭരണകൂടവുമുണ്ട്. ഒരു സർക്കിൾ കാണിക്കുന്ന തോന്നിയാസങ്ങളെ അപ്പാടെ അംഗീകരിച്ചു കൊടുത്ത വകുപ്പ് മന്ത്രിയും അച്ചായനും തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്താണ് സർക്കിളിൽ കളി കളിക്കുന്നത്. പോലീസിന്റെ അന്യായമായ ഇടപെടലിനെതിരെ നമുക്കൊരു മാർച്ച് സംഘടിപ്പിക്കണം. നാളെ വകുപ്പ് മന്ത്രി ടിവിയിൽ വരുന്നുണ്ട്. കണ്ണീരുണങ്ങാത്ത മായയുടെയും ഉണ്ണിക്കുട്ടിന്റെയും ജീവിതം നമ്മൾ കണ്ടു.